الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ സംസാരവുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ഈ ജീവിതത്തിലെ സകല പ്രവർത്തനങ്ങളെക്കുറിച്ചും നാം ഒറ്റക്ക് നിന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യത്തോടെ ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ, തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോകണേ എന്ന് എന്നോടും നിങ്ങളോടുമൊക്കെ ആമുഖമായി ഉണർത്തുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെയും ദാസികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കുമായി മാറ്റി നിർത്തുമ്പോൾ നമ്മെ എല്ലാവരെയും സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടുമാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യർ എന്ന നിലക്ക് പലപ്പോഴും ഇതൊക്കെ അനുഭവിക്കുക, ആസ്വദിക്കുക എന്നതിലപ്പുറത്ത്
ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഇതൊക്കെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്നും ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടവനാണ് ഞാനെന്നും അത്തരത്തിലുള്ള ചിന്തകളൊന്നും പലപ്പോഴും മനുഷ്യരായ നമ്മിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വസ്തുത. എങ്ങോട്ട് തിരിഞ്ഞാലും അതല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാൻ നാം ഒന്ന് തയ്യാറായാൽ അള്ളാഹു തന്നെ പഠിപ്പിക്കുന്നത് പോലെ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹം, അതാണ് ആമുഖമായി ഞാൻ ഓതിവെച്ച വചനം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ നിങ്ങളെങ്ങാനും എണ്ണാൻ തയ്യാറായാൽ, ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ തയ്യാറായാൽ ലാ തഹ്സൂഹ, അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ ഏറെ പ്രാധാന്യത്തോടുകൂടെ വിശുദ്ധ ഖുർആനും അതേ രൂപത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്ന, നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു അനുഗ്രഹമാണ് ആഫിയത്ത് എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ ആഫിയത്തിനെ കുറിച്ച് സംസാരിക്കാറുണ്ടാകും, നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അത് എത്രത്തോളം മഹത്വമുള്ളതാണ്, എത്രത്തോളം ഗൗരവമുള്ളതാണ്, അതിൻ്റെ മാഹാത്മ്യവും ഗാംഭീര്യവും ഒക്കെ എത്രയുണ്ട് എന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലൂടെയും നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആഫിയത്ത് എന്നാൽ ഭാഷയിൽ പൂർണ്ണമായ ആരോഗ്യം എന്ന അർത്ഥത്തിലാണ്. സമ്പൂർണമായ ആരോഗ്യം, അസുഖങ്ങളൊന്നുമില്ലാത്ത ഒരു പൂർണ്ണമായ ആരോഗ്യം എന്നുള്ള രൂപത്തിലാണ് ഭാഷയിൽ അതിന്റെ അർത്ഥം. പക്ഷേ മതത്തിൽ, ശറഇൽ അതിന്റെ അർത്ഥം ദിഫാഉല്ലാഹി അനിൽ അബ്ദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സംരക്ഷിക്കുന്നതിനാണ് ആഫിയത്ത് എന്ന് പറയുക. എല്ലാ തരത്തിലുമുള്ള തിന്മകളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്നൊക്കെ അവന് സൗഖ്യമുണ്ടാവുക, അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് ആഫിയത്ത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഫിയത്തിന് നിങ്ങൾ നിരന്തരം ചോദിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയും പ്രവാചകന്റെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെയുള്ള പ്രാർത്ഥനയിൽ നിരന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആഫിയത്തിന് ചോദിച്ചതും. മഹാന്മാരായ പണ്ഡിതന്മാർ ആഫിയത്തിന് നൽകിയ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. അൽ ആഫിയ ഹിയ തഅമീനുല്ലാഹി വഹിഫ്ളുഹു ലിഅബ്ദിഹി മിൻ കുല്ലി നിഖമത്തിൻ വമിഹന. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണമാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ. ബിസ്റഫി സൂഇ അൻഹു വബിഖായതുഹു മിനൽ ബലായ വൽ അസ്ഖാം. ബലായ, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ വിഖായത്ത്, അള്ളാഹുവിന്റെ ഒരു സംരക്ഷണമാണ് ഈ ആഫിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ വഹിഫ്ളുഹു മിനശ്ശുറൂരി വൽ ആസാം, തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്നൊക്കെ നമുക്കുള്ള സംരക്ഷണം, അതും ആഫിയത്തിൽ പെടുന്ന. വെറും ആരോഗ്യം മാത്രമല്ല, ഈ രൂപത്തിൽ വിശാലമായ ഒരു അർത്ഥതലങ്ങളുള്ള കാര്യമാണ് ആഫിയത്ത് എന്നുള്ളത്. അതുല്യമായ ഒരു അനുഗ്രഹമാണ് സത്യത്തിന് ആഫിയത്ത്. ഉപമിക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹം മിമ്പറിൽ കയറി പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരിക്കൽ മിമ്പറിലേക്ക് ഖുതുബക്ക് വേണ്ടി കയറി. സുമ്മ ബക്ക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. എന്നിട്ട് സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് കൂടിയിരുന്ന സ്വഹാബത്തിനോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലം യുഅത അബ്ദുൻ ശൈഅൻ ബഅദൽ യഖീൻ അഫ്ദല മിനൽ ആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായിട്ടും ഒരു അടിമക്കും ബഅദൽ യഖീൻ, ദൃഢവിശ്വാസത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല അഫ്ദല മിനൽ ആഫിയ, ആഫിയത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന്. ആഫിയത്തിനോളം പോന്ന ഒന്ന്, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തിന് ശേഷം, ഈമാനിന് ശേഷം മറ്റൊന്നും അല്ലാഹു നൽകിയിട്ടില്ല. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു ഗൗരവം, അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. വ ഇന്നാ ലനസ്അലുല്ലാഹിൽ യഖീന വൽ ആഫിയ,
അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് യഖീനിന് വേണ്ടിയിട്ടും ആഫിയത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഇതിന്റെ ഗൗരവമാണ്. ആഫിയത്ത് വേണം, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പലപ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമെന്നല്ലാതെ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് ആഫിയത്ത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നമുക്കൊക്കെ വളരെ പെട്ടെന്ന് ആഫിയത്തിന്റെ നമുക്ക് ഈ നൽകപ്പെട്ട ആഫിയത്ത് എന്ന അനുഗ്രഹത്തെ തിരിച്ചറിയാൻ കൽബ് തുറന്ന് കണ്ണു തുറന്ന് നമ്മുടെ സമീപത്തൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ഒന്ന് സന്ദർശിച്ചാൽ നമുക്കറിയാൻ കഴിയും. റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളുമൊക്കെ വീടുകളാക്കി ജീവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഹോസ്പിറ്റലിലൊക്കെ ഏതൊക്കെ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിയൊലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ശ്വാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, പൈപ്പിലൂടെ മാത്രം അന്നനാളത്തിലും അതുപോലെ തന്നെ തൊണ്ടയുടെ മറ്റ് ഇതര ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ദ്വാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പൈപ്പുകൾ ഇട്ടുകൊണ്ട് അതിലൂടെ വിസർജ്യങ്ങൾ പുറത്തെടുക്കുന്ന ആളുകൾ, ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്ന് കാണുമ്പോ, കൽബ് തുറന്ന് കാണുമ്പോ ഒരു മുഅ്മിനിന്, ഒരു സത്യവിശ്വാസിക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വലിയ അനുഗ്രഹങ്ങളാണ്, ആഫിയത്താണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എനിക്ക് തന്ന ആഫിയത്ത് എത്രത്തോളം മഹാത്മ്യവും ഗൗരവവും ഉള്ളതാണ് എന്ന് ആലോചിക്കുകയും മനസ്സിലാക്കുകയും ഹൃദയം തുറന്ന് അൽഹംദുലില്ലാഹ് പറയാനും കഴിയും. പടച്ച റബ്ബേ, അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നൽകിയതിനേക്കാൾ എത്രത്തോളം വലിയ അനുഗ്രഹമാണ് എനിക്ക് നീ നൽകിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബിത്തലാക ബിഹി. ഒരു പരീക്ഷണം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഈ പരീക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് നൽകിയതിനേക്കാൾ എത്ര വലിയ ആഫാനി, എനിക്ക് ആഫിയത്ത് നൽകി അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്. നിനക്കാണ് സർവസ്തുതിയും, റബ്ബിനാണ് സ്തുതി. വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. നീ സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളിൽ നിന്നും എന്നെ നീ ശ്രേഷ്ഠവാനാക്കിയിരിക്കുന്നു. എനിക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു, ഒരുപാട് ഔദാര്യങ്ങൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അത് പറയാൻ കഴിയണം. നമുക്ക് പറയാൻ കഴിയാറുണ്ടോ? നമ്മൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണാറുണ്ടോ? നമ്മൾ കൽബ് തുറന്ന് ഇതൊക്കെ ഒന്ന് കാണാറുണ്ടോ? നമ്മൾ നമ്മിലേക്ക് നോക്കാറുണ്ടോ? നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക്, നമ്മുടെ ആരോഗ്യത്തിലേക്ക്, നമ്മുടെ കണ്ണിലേക്ക്, നമ്മുടെ കാതിലേക്ക്, നമ്മുടെ കാലിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കാറുണ്ടോ? നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്, ആഫിയത്തിന് വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. പടച്ച റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ എനിക്ക് അഫ്വും ആഫിയത്തും നൽകണേ. ആഫിയത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലും വേണം, സൗഖ്യം നൽകണം, അല്ലാഹുവിന്റെ സുരക്ഷിതത്വം വേണം. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. എല്ലായിടത്തും, എന്റെ സമ്പത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ ദുനിയാവിൽ, എന്റെ ദീനിൽ, ഇവിടെയൊക്കെ അള്ളാഹു നൽകുന്ന ആഫിയത്ത് ഉണ്ടാവണം. ഇത് കേവലം ഒരു രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, നമ്മുടെ ദീനിൽ അള്ളാഹുവിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ആഫിയത്ത്. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള തേട്ടമാണ് ആഫിയത്ത്. അതുപോലെ തന്നെ വമാലി, നമ്മുടെ സമ്പത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവണം, അതിൽ സുരക്ഷിതത്വം ഉണ്ടാവണം, അള്ളാഹുവിന്റെ കാവലുണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള തേട്ടവും ചോദ്യവുമാണ് ആഫിയത്ത്. നമ്മൾ ചോദിക്കാറുണ്ടോ? നമ്മൾ അറിയാറുണ്ടോ? നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു, നമ്മളങ്ങനെ ജീവിക്കും. ഇതൊക്കെ എന്നെ കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ അധ്വാനം കൊണ്ടാണ്, ഞാൻ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇത് പോരാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് ഒരുപാട് പ്രാർത്ഥനകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ പറയുന്നത്, അല്ലാഹുമ്മസ്തുർ ഔറാത്തി,
അള്ളാഹുവേ എന്റെ ഔറത്തുകൾ നീ മറച്ചു വെക്കണേ. എനിക്ക് എല്ലാവരും അറിയാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത പല ഭാഗങ്ങളുമുണ്ട്, ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളുമുണ്ട്. അള്ളാഹുവേ അല്ലാഹുമ്മസ്തുർ, നീ അതൊക്കെ രഹസ്യമാക്കി വെക്കണേ, നീ അത് മറച്ചു വെക്കണേ. വആമിൻ റൗആതി, അള്ളാഹുവേ എനിക്ക് പല ഭയങ്ങളുമുണ്ട്, പല പേടികളുമുണ്ട്, ഇല്ലേ? നമുക്കൊക്കെ ഉണ്ടാകും പല തരത്തിലുള്ള ചിന്തകൾ, ആശങ്കകൾ, ഭയപ്പാടുകൾ. അല്ലാഹുമ്മ ആമിൻ റൗആതി, അള്ളാഹുവേ എന്റെ ഭയപ്പാടുകളെ, ആശങ്കകൾക്ക് നീ വിരാമം തരണേ, നീ നിർഭയത്വം തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു. വഹ്ഫളിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിക അൻ ഉഗ്താല മിൻ തഹ്തി, എന്റെ മുമ്പിലൂടെ എന്റെ പിമ്പിലൂടെ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൽ, ദുരിതങ്ങൾ ഉണ്ടാകുന്നതിൽ അല്ലാഹുവേ അല്ലാഹുമ്മ ഹ്ഫളിനി, നീ എന്നെ കാക്കണേ, നീ എനിക്ക് സുരക്ഷിതത്വം തരണേ, നീ എനിക്ക് ആഫിയത്ത് തരണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ സന്ദർഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, എന്റെ ശരീരത്തിൽ നീ ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, എന്റെ കേൾവിയിൽ നീ ആഫിയത്ത് നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എന്റെ കാഴ്ചയിൽ നീ ആഫിയത്ത് നൽകണേ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ഈ പ്രാർത്ഥനകളെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരാണ് പലരും, ആരോഗ്യം ഉണ്ടാവണമെന്ന് താല്പര്യമുള്ളവരാണ് പലരും. അതിനുവേണ്ടി നമ്മൾ വ്യായാമങ്ങൾ ചെയ്യാറുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഇടക്കിടക്ക് നമ്മൾ ചെക്കപ്പ് നടത്താറുണ്ട്. പക്ഷേ അതിലൊന്നും പലപ്പോഴും കണ്ടുപിടിക്കപ്പെടാത്ത പല രോഗങ്ങളും ആന്തരികമായോ ബാഹ്യമായോ ഒക്കെ പലരെയും പിടികൂടുമ്പോൾ ഈ പ്രാർത്ഥന ഒരു ആയുധമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതൊരു പ്രതിരോധമായിട്ട് നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആഫിയത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മനുഷ്യനെ സന്ദർശിച്ചു. ഒരു പക്ഷിക്കുഞ്ഞ് അതിന്റെ കൂട്ടിൽ കിടക്കുന്നത് പോലെ വല്ലാതെ തളർന്ന് പരവശനായി രോഗിയായി കൊണ്ട് കിടക്കുന്ന ഒരു സ്വഹാബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചു. എന്നിട്ട് ഫഖാല ലഹു, അങ്ങനെ അവശനായി കിടക്കുന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, അമാ കുൻത തദ്ഉ അമാ കുൻത തസ്അലു റബ്ബക അൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനു വേണ്ടി ചോദിക്കാറില്ലേ? നിങ്ങൾ ആഫിയത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കാറില്ലായിരുന്നോ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഖാല കുൻതു അഖൂലു അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറതി ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൽ എന്താന്ന് വെച്ചാല്, അല്ലാഹുവേ എനിക്ക് പരലോകത്ത് വല്ല പ്രയാസങ്ങളും വല്ല ശിക്ഷകളും എനിക്ക് നീ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അതെനിക്ക് നീ തരണേ. പരലോകത്ത് അതെനിക്ക് സഹിക്കാൻ കഴിയൂല, പരലോകത്തേക്ക് നീ അത് മാറ്റിവെക്കരുതേ എന്നാണ് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കാറ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇന്നക ലാ തുതീഖുഹു ഔ ലാ തസ്തതിഉഹു അഫലാ കുൻത തഖൂലു അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. കാരണം ആ പരലോകത്ത് തരാനുള്ളത് അല്ലാഹ് വിടുന്ന് തരിക എന്നുള്ളത് അത് നിങ്ങളെ കൊണ്ട് സഹിക്കാൻ സാധിക്കൂല. അത് ഗൗരവമുള്ള വിഷയ. നിങ്ങൾ ചോദിക്കേണ്ടത് അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പടച്ചോനെ, ഈ ദുനിയാവിൽ എനിക്ക് നീ ഹസനത്ത് നന്മ തരണേ, പരലോകത്തിലും എനിക്ക് നീ നന്മ തരണേ. എന്നെ ഖബർ ശിക്ഷയിൽ നിന്ന്, ബർസഖി ലോകത്തെ അദാബുകളിൽ നിന്ന് എന്നെ നീ കാത്തിരക്ഷിക്കണേ എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഖുൽതു യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്നുകൊണ്ട് ഞാൻ ചോദിച്ചു, അല്ലിംനി ശൈഅൻ അസ്അലുഹു അല്ലാഹ അസ്സ വജൽ, നബിയെ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം, അല്ലാഹുവിനോട് എനിക്ക് പ്രാർത്ഥിക്കാനാണ്.
അള്ളാഹുവിനോട് എനിക്ക് ചോദിക്കാനാണ്, എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിന്റെ ആഫിയത്തിന് ചോദിച്ചോ. ചോദിക്കാൻ എന്തെങ്കിലും ഒന്ന് എനിക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന എനിക്ക് പഠിപ്പിച്ചു തരും എന്നാ പറഞ്ഞത്. സലില്ലാഹൽ ആഫിയ, നീ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫമക്കത്തു അയ്യാമൻ തുമ്മ ജിഇതു, അദ്ദേഹം പറയാ, കുറച്ചു കാലം കഴിഞ്ഞു, കുറച്ചു ദിവസം കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് ചെന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അസ്അലുഹുല്ലാഹ്, എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരൂ, വേറൊരു പ്രാർത്ഥന, ഒരു ദിക്ർ എനിക്ക് അങ്ങ് പഠിപ്പിച്ചു തരണം. അസ്അലുഹുല്ലാഹ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഫഖാല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നത്, യാ അബ്ബാസ് യാ അമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ്, നിങ്ങൾ സലില്ലാഹൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, കുറച്ചും കൂടെ കൂട്ടിക്കൊടുത്തു, സലില്ലാഹൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്ത് തരണേ എന്ന് തന്നെയാണ് നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആഫിയത്ത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്ന്. നമ്മൾക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകുന്നില്ല, ഇതെങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾക്ക് ഇതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ അന്നനാളത്തിലൂടെ ഇത് താഴോട്ടെത്തുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആന്തരിക അവയവമായ ആമാശയത്തിൽ ഇത് ദഹിപ്പിക്കപ്പെടുന്നത്, എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് നമ്മുടെ ആമാശയത്തിൽ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് റഹ്മാനായ റബ്ബ് നമ്മുടെ ഉള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്, എന്തൊക്കെ അത്ഭുതങ്ങളാണ്, സങ്കീർണതകളാണ് റഹ്മാനായ റബ്ബ് ഇവിടെ സംവിധാനിച്ചു വെച്ചത്, ഇതൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മളങ്ങനെ ഭക്ഷിക്കുന്നുണ്ട്, അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മുടെ ശരീരം എടുക്കുന്നുണ്ട്, ആവശ്യമില്ലാത്തത് പുറന്തള്ളുന്നുണ്ട്. ഈ പ്രക്രിയകളൊക്കെ പ്രശ്നങ്ങളില്ലാതെ, കട്ടപ്പാടുകളില്ലാതെ, വേദനകളില്ലാതെ, ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കില്ല. പക്ഷെ ഇതൊക്കെ ആലോചിക്കണമെങ്കിൽ അള്ളാഹു തന്ന ഈ കണ്ണിന്റെ മാഹാത്മ്യവും ഇതിന്റെ ആഫിയത്തും ഇതിന്റെ അനുഗ്രഹവും നമ്മൾ തിരിച്ചറിയണമെങ്കിൽ സഹോദരങ്ങളെ, കണ്ണില്ലാത്ത ആളുമായിട്ട് നമ്മൾ സഹവസിച്ചു നോക്കണം. അള്ളാഹു നമുക്കൊക്കെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ അത് കാണുമ്പോഴാണ്, അവരുടെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്കൊക്കെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുക. ഈ ഒരു സഹോദരൻ കുറച്ചു മുമ്പ് കേട്ടിട്ടുണ്ട്, പ്രവർത്തനങ്ങളുമൊക്കെയായി, പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെയായി മോശമായ ജീവിതം നയിക്കുന്ന കുറച്ച് ആളുകളുടെ അടുത്തേക്ക് 3-4 ആളുകൾ ഒന്നിച്ചു പോയി. അതിൽ സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഒരുപാട് വിഷയങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയെങ്കിലും അവർക്കതൊന്നും മനസ്സിലായിട്ടില്ല. അവർ തിരിയാനോ നല്ലൊരു ജീവിതത്തിലേക്ക് വരാനോ ഒന്നും തയ്യാറായില്ല. പിന്നീട് ഈ സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ആംഗ്യത്തിലൂടെ മാത്രം സംസാരിക്കാൻ കഴിയുന്ന സഹോദരൻ പറഞ്ഞു, ഇനി ഞാനൊന്ന് അവരോട് സംസാരിച്ചു നോക്കട്ടെ. ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാള്, ആ ഭാഷ അറിയുന്ന ആള്, ഇദ്ദേഹത്തിന്റെ സംസാരം അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുക്കുകയാണ്. അദ്ദേഹം അവരോട് സംസാരിച്ചത്, നിങ്ങൾക്ക് ഈ കഴിവുകൾ, സംസാരിക്കാനുള്ള കഴിവുകൾ, കേൾക്കാനുള്ള കഴിവുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് റബ്ബ് തന്നിട്ടുണ്ടല്ലോ, എനിക്കിതുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെങ്ങാനും എനിക്ക് എന്റെ റബ്ബ് തന്നിരുന്നുവെങ്കിൽ എനിക്ക് റബ്ബിനെ ഒരുപാട് ദിക്ർ ചെല്ലാമായിരുന്നല്ലോ, അവന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാമായിരുന്നല്ലോ. ആ മനുഷ്യർ ഒന്നടങ്കം അവർക്ക് പെട്ടെന്ന് തന്നെ പരിവർത്തനമുണ്ടായി എന്നും, ആ മനുഷ്യന്റെ ഈ ഒരൊറ്റ വാക്കിൽ അവർ ഒന്നാകെ അള്ളാഹുവിന്റെ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നൊക്കെയാണ്. ഇത് ഗൗരവം തിരിച്ചറിയുമ്പോഴാണ്. ഇത്തരത്തിലുള്ള അങ്ങനത്തെ നമ്മൾ ആലോചിച്ചു നോക്കൂ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ എത്രത്തോളമാണ്. അങ്ങനെ ഒരു അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും യഥാവിധി ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമേ ഇല്ലേ, പ്രശ്നങ്ങൾ വന്ന ആളുകളില്ലേ, പ്രയാസങ്ങൾ വന്ന ആളുകളില്ലേ, നടുനിവർത്താൻ കഴിയാത്ത ആളുകൾ, മുട്ടുവേദനയുള്ള ആളുകൾ, എനിക്കൊന്ന് നന്നായി സുജൂദ് ചെയ്യാൻ കൊതിയാവുന്നു എന്ന് പറയുന്ന ആളുകൾ. കാരണം എന്താ, പറ്റുന്നില്ല.
അവർക്കറിയാം അതിന്റെ പ്രയാസം. വേറെ എന്തെങ്കിലും വലിയ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കണമെന്ന കൊതിയല്ല, മറിച്ച് എനിക്കൊന്ന് സുജൂദ് ചെയ്യണം, ആ ഭൂമിയിൽ എന്റെ നെറ്റിത്തടം തട്ടിച്ച് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് അതറിയൂ, അതിന്റെ പ്രശ്നങ്ങൾ അറിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം. ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഹിഫ്ള് സ്ഥാപനത്തിലേക്ക് ഒരു ഷെയ്ഖ്, ഒരു വലിയ മനുഷ്യൻ, പണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം കടന്നു വന്ന് കുട്ടികളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് കുട്ടികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഇദ്ദേഹം അന്ധനായ ഒരു മനുഷ്യനാണ്, വലിയ പണ്ഡിതനാണ്, പക്ഷെ അന്ധനായ മനുഷ്യനാണ്, കണ്ണ് കാണാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തോട് ആ ഹിഫ്ളിന്റെ സ്ഥാപനത്തിലുള്ള ഖുർആൻ പഠിക്കുന്ന കുട്ടികൾ ചോദിച്ചു, അങ്ങേക്ക് എപ്പോഴെങ്കിലും അങ്ങേക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ലഭിക്കണമെന്ന് കാഴ്ച കിട്ടണമെന്ന് അങ്ങ് ആഗ്രഹിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ട് എന്നാണ്. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടുണ്ട്. ഏതാണ് ആ സന്ദർഭമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സൂറത്തുൽ ഗാശിയയിലെ 17-ാമത്തെയും അതുപോലെ തന്നെ 18-ാമത്തെ വചനങ്ങൾ ഉണ്ടല്ലോ, അത് ഓതുന്ന സമയത്താണ്. എന്താണ്? അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? പർവ്വതങ്ങളെ കുറിച്ച് നിങ്ങൾ കാണുന്നില്ല, കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ? ഇത് അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ ഉരുവിടുമ്പോ, ഇത് പാരായണം ചെയ്യുമ്പോ എനിക്ക് കൊതിയാവാറുണ്ട് ആ ആകാശം ഒന്ന് കാണാൻ, ആ പർവ്വതം ഒന്ന് കാണാൻ, ഈ അനുഗ്രഹങ്ങൾ കാണാൻ. ആ അനുഗ്രഹങ്ങളിലൂടെ റഹ്മാനായ റബ്ബിന്റെ മാഹാത്മ്യം ഒന്ന് കണ്ടു ബോധ്യപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു പോവാറുണ്ട് എന്ന് ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു എന്ന് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മറ്റൊരു സന്ദർഭത്തിൽ എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഈ ഖുർആൻ പഠിക്കുന്ന ഈ പൊന്നു മക്കളെ കാണുമ്പോൾ നിങ്ങളെ ഒന്ന് കണ്ണു തുറന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, എത്രത്തോളം വലിയ അനുഗ്രഹമാണ്, എത്രത്തോളം വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അനുഗ്രഹിക്കുന്നത്, ഈ അനുഭവങ്ങൾ നമ്മുടെ കണ്ണല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യാൻ, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഈ കണ്ണ് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മുടെ നാവ് അള്ളാഹു തന്നതാണ്. ഈ അനുഗ്രഹം അള്ളാഹുവിൻ്റെതാണെന്ന് ഉത്തമ ബോധ്യമുള്ള നമ്മൾ വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ, തഖ്വയുള്ളവർ, മുവഹിദുകൾ, സഹോദരങ്ങളെ, ഈ നാവ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രമാവുന്ന രൂപത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അതല്ലാതെ അള്ളാഹുവിനെ അനിഷ്ടകരമാകുന്ന രൂപത്തിൽ, അവന് കുഫ്ർ ചെയ്യുന്ന രൂപത്തിലാണോ നമ്മൾ ഇങ്ങനെ നമുക്കുള്ള ഓരോ അനുഗ്രഹങ്ങളും, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ ആരോഗ്യം, സഹോദരങ്ങളെ, ഇതനുഭവിച്ചുകൊണ്ട്, ഈ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടകങ്ങളിൽ കിടന്നുറങ്ങാൻ, ആരോഗ്യമുള്ള സമയത്ത് വീടകങ്ങളിൽ കിടന്നുറങ്ങാൻ, അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് വന്ന് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാൻ സഹോദരങ്ങളെ നമുക്ക് എങ്ങനെ സാധിക്കുന്നു എന്നത് സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം. ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകളെ കാണുമ്പോഴാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയണം. അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പേ ഈ ആഫിയത്തിനെ കുറിച്ച്, അള്ളാഹ് തന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ബോധ്യപ്പെടുകയും അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുകയും ശുക്രോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, അതിൽ മനുഷ്യർ പലപ്പോഴും അശ്രദ്ധയിലായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ്. മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ അശ്രദ്ധരാണ്. ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹ വൽ ഫറാഗ്. ഒന്ന് ആരോഗ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന
ആഫിയത്ത്, ആരോഗ്യം ഉണ്ടാപ്പോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉഷാറാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എങ്ങനെയും ആരടാ എന്തടാ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ധാരണ. അത് അശ്രദ്ധയാണ്, ഗഫലത്താണ്, അള്ളാഹുവിനെ മറന്നു പോകുമ്പോഴാണ് അത്തരം ചിന്തകൾ ഉണ്ടാകുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വൽ ഫറാഗ്, ഒഴിവ് സമയവും. ഈ രണ്ടും അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹമാണ്. പക്ഷേ ഈ അനുഗ്രഹത്തിൽ പല ആളുകളും വഞ്ചിക്കപ്പെട്ടു പോവാറുണ്ട്. ആരോഗ്യം കിടക്കുന്ന സമയത്തല്ലല്ലോ, അസുഖബാധിതനാകുന്ന സമയത്തല്ല മനുഷ്യർ തോന്നിവാസങ്ങളിൽ ഏർപ്പെടുക, അള്ളാഹുവിനെ ധിക്കരിക്കുക. അന്നേരമൊക്കെ ഒന്ന് താഴ്ന്നു പോകും, ആ പത്തിയൊക്കെ ഒന്ന് മടക്കും, ഒന്ന് വളയും. പക്ഷേ ആരോഗ്യമുള്ള യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള നല്ല സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളിൽ പലപ്പോഴും അള്ളാഹുവിലേക്ക് തിരിയാത്ത, അള്ളാഹുവിന് കുഫ്ർ ചെയ്ത് ജീവിക്കുന്ന, ശുക്ർ ചെയ്യാൻ മടി കാണിക്കുന്ന, ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്ന അത്തരം പ്രവണതകൾ നമ്മിലൊക്കെ പലരിലും ഉണ്ടാകും. അതൊക്കെ തിരുത്തണം, ബോധ്യപ്പെടണം. ഇതൊക്കെ റബ്ബിന്റെ അനുഗ്രഹങ്ങളാണ്. ഏത് സന്ദർഭത്തിലും ഏത് നിമിഷത്തിലും ഇതൊക്കെ ഇല്ലാതായേക്കാം. ഞാൻ ഇതൊക്കെ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കേണ്ടവനാണ്. എന്റെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നിരന്തരം ഇത് ചോദിച്ചിട്ടുണ്ട്, എന്നെ ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ആവണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ രൂപത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.